പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, ഈ ബുധനാഴ്ച രാത്രി പ്രാർത്ഥനയുടെ രാത്രിയാണ്. ആമേൻ. ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം ഏതാണെന്ന് ചോദിച്ചാൽ ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന സമയമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ മാറ്റുന്നു. ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ ദൈവം നമ്മെ വളർത്തുന്നു. ആമേൻ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയിൽ പങ്കാളികളാകുവാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രസംഗിക്കുന്നവരെ ലോകമറിയുമ്പോൾ പ്രാർത്ഥിക്കുന്നവരെ സ്വർഗമറിയുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നെ ഹല്ലേലൂയ അടുത്തറിയുന്നൊരു സ്വർഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്നെ ആമേൻ ഹല്ലേലൂയ മാനിക്കുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നന്ദി കർത്താവേ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ആമേൻ. വചനം കേൾക്കുമ്പോൾ ദൈവം നമ്മെ വളർത്തുന്നു. ഹല്ലേലൂയ. ഇന്ന് ആമേൻ നാം മതിൽ പണിയുന്നവരല്ല, പാലം പണിയുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിലൂടെ ഒരു കുടുംബത്തിലേക്ക് പ്രത്യാശ എത്തുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിലൂടെ ഒരു രോഗിക്ക് സൗഖ്യം എത്തുന്നു. പ്രാർത്ഥനയിലൂടെ ഒരു തകർന്ന ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരുന്നു. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കുവാൻ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ കർത്തൃപാദപീഠത്തിങ്കൽ ഞങ്ങൾ അടുത്തു വരികയാണ്. സ്വർഗം അവിടുത്തെ സിംഹാസനവും ഭൂമി അവിടുത്തെ പാദപീഠമാകയാൽ അപ്പന്റെ പാദപീഠത്തിങ്കലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഇന്ന് രാത്രി അവിടുന്ന് കരുണയായിരിക്കണമേ. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ്, ഇന്ന് രാത്രി അവിടുന്ന് മനസ്സലിയണമേ. കർത്താവെ, ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിക്കണം. ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണം. മഹത്വമെല്ലാം അവിടുത്തേക്ക് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രാർത്ഥനയിൽ ശക്തിയുണ്ട്, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. ഹല്ലേലൂയ. കണ്ണുനീരിനെ തുടച്ചിടുന്ന സ്നേഹമുള്ള കർത്താവ്, മരുഭൂമിയിൽ മന്ന തന്ന വിശ്വസ്തനായ ദൈവം, ആമേൻ. കുറവുകളെ മാറ്റിടുന്ന ആ കരുണ നിറഞ്ഞ ആ പിതാവ്, ഹല്ലേലൂയ. ഭയപ്പെടാതെ മുന്നേറാം, വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കാം. വഴിയില്ലാത്ത സ്ഥലങ്ങളിൽ വഴിയൊരുക്കും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി സ്തുതിയോട് ആരാധിക്കാം. ജീവനുള്ള രാജാതി രാജാവിന് മഹത്വങ്ങൾ അർപ്പിക്കാം. ഹല്ലേലൂയ. താങ്ക് യു. പ്രാർത്ഥനയിൽ ശക്തിയുണ്ട്, യേശുനാമത്തിൽ ജയമുണ്ട്. കണ്ണീരിനെ തുടച്ചിടുന്ന സ്നേഹമുള്ള കർത്താവുണ്ട്. മരുഭൂമിയിൽ മന്ന തന്ന വിശ്വസ്തന ദൈവമുണ്ട്. കുറവുകളെ മാറ്റിടുന്ന കരുണ നിറഞ്ഞ പിതാവുണ്ട്. ഭയപ്പെടാതെ മുന്നേറാം, വിശ്വാസത്തോടെ നടന്നിടാം. വഴിയില്ലാത്ത സ്ഥലങ്ങളിൽ വഴിയൊരുക്കും യേശുവേ. ഹല്ലേലൂയ പാടിടാം,
സ്തുതിയോടെ ആരാധിക്കാം. ഹല്ലേലൂയ പാടിടാം, സ്തുതിയോടെ ആരാധിക്കാം. ജീവനുള്ള രാജാധിരാജൻ മഹത്വങ്ങൾ അർപ്പിച്ചിടാം. ഹല്ലേലൂയ പാടിടാം, സ്തുതിയോടെ ആരാധിക്കാം. ജീവനുള്ള രാജാധിരാജൻ മഹത്വങ്ങൾ അർപ്പിച്ചിടാം. നന്ദിയോടെ കരമടിച്ച് Glory to God, Jesus. Hallelujah. ആമേൻ. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് കർത്താവിന് മഹത്വം കൊടുക്കുവാൻ കഴിയുന്നുണ്ട്? സകല മഹത്വത്തിനും സകല പൂഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായിരിക്കുന്ന കർത്താവ് മുഴു സാന്നിധ്യവുമായി ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രിയിലും സ്നേഹദിനം പ്രയർ ഫാമിലിയുടെ ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് ഈ കൂട്ടായ്മയിലൂടെ ലോകത്തിൻ്റെ അറ്റത്തോളം സത്യവചനത്തെ എത്തിക്കുവാൻ വിശ്വസ്തനെ നെണ്ണി എന്നെയും കുടുംബത്തെയും നിർത്തിയിരിക്കുന്ന സർവ കൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രിയിലും ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളികളാകുകയും വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുവിനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ചിന്ത പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 2026 175 ദിവസം ജൂൺ മാസത്തിന്റെ 24 തീയതി 24/6/2026 ബുധനാഴ്ച രാത്രി സ്നേഹതീരം പ്രയർ ഫാമിലി ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റിൽ പങ്കാളികളായിരിക്കുന്നവരോട് ആമേൻ. പ്രാർത്ഥിക്കുന്നവർ മതിൽ പണിയുന്നവരല്ല, പാലം പണിയുന്നവരാണ്. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ കാര്യം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നവർ മതിൽ പണിയുന്നവരല്ല, പാലം പണിയുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വേദഭാഗമാണ് ഇന്ന് രാത്രി ചിന്തിപ്പാൻ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. വേഗത്തിൽ ശബ്ദമുയർത്തി വായിച്ചാലും എന്ന് തമ്മിൽ ചോദിച്ചു. മോശെ അവരോട്, ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരമാകുന്നു. ഓരോരുത്തരും ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിക്കൊള്ളുവേ. താന്റെ കൂടാരത്തിലുള്ളവരുടെ എണ്ണത്തിനൊത്തോളം ആളൊന്നിനെ ഇടങ്ങഴി വീതം എടുത്തുകൊള്ളണം എന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തു. ചിലർ ഏറെയും ചിലർ കുറേയും പറിച്ചു. ദൈവത്തിന്റെ പരിപാലനം, ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ നടത്തിപ്പ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് ബുധനാഴ്ച രാത്രി പ്രാർത്ഥനയുടെ രാത്രിയാണ്. ഹല്ലേലൂയ. എന്നും നാം പ്രാർത്ഥിക്കുന്നവരാ, എന്നും ആരാധിക്കുന്നവരാ, എന്നും നാം ദൈവത്തെ സ്തുതിക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകർ ഈ സമയം ഉറങ്ങുവാനായി തിരഞ്ഞെടുക്കും. പ്രൈസ് ഗോഡ്. പകലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ആമേൻ അല്പം സ്വല്പം ആമേൻ വിശ്രമിക്കുവാനായിട്ട് ആമേൻ സമയം ആമേൻ വേർതിരിക്കുകയാണ്. ചിലരാകട്ടെ വിനോദത്തിനായി സമയം ചെലവഴിക്കുന്നു. ഹല്ലേലൂയ. ഈ രാത്രിയിൽ പാർക്കുകളിലും ക്ലബ്ബുകളിലും മദ്യശാലകളിലും ആമേൻ സമയം ചെലവഴിക്കുന്നു. ഹല്ലേലൂയ. ചിലർ മൊബൈലിൽ സോഷ്യൽ മീഡിയയിലും സമയം ചെലവഴിക്കുന്നു. കുഞ്ഞുങ്ങളാകട്ടെ, ഭാര്യ ഭർത്താക്കന്മാരാകട്ടെ, ആമേൻ സുഹൃത്തുക്കളാകട്ടെ, ബന്ധങ്ങളാകട്ടെ, ഈ സമയം ആമേൻ മൊബൈലിൽ സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കും. ഹല്ലേലൂയ. എന്നാൽ ദൈവ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കുന്ന സമയം ജീവിതത്തിലെ ഏറ്റവും വലിയേറിയ സമയമാണ്. ഇന്ന് രാത്രി അല്പസമയം നിങ്ങളുടെ
വിലപ്പെട്ട സമയം ഈ കൂട്ടായ്മയിൽ നിങ്ങൾ ചെലവഴിക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ ചെലവഴിക്കുന്ന സമയം ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ സമയമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാത്ത ജീവിതമാണ് ഭയപ്പെടേണ്ടത്. വചനം വായിക്കാത്ത ദിവസമാണ് ഭയപ്പെടേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, നീ വചനം വായിക്കുന്നില്ലെങ്കിൽ നീ ഭയപ്പെടണം. വചനം വായിക്കാത്ത ദിവസമാണ്, ഹല്ലേലൂയ, നാം ഭയപ്പെടേണ്ടത്. കാരണം പ്രാർത്ഥന നമ്മുടെ ദുഃഖങ്ങളെ ഉരുക്കിക്കളയുന്ന സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിൽ കണ്ണുനീർ പ്രത്യാശയായി മാറുന്നു, ഭാരം സമാധാനമായി മാറുന്നു, ഭയം വിശ്വാസമായി മാറുന്നു, തകർന്ന ഹൃദയം വീണ്ടും ജീവൻ പ്രാപിക്കുന്നു. ഹല്ലേലൂയ. കണ്ണുനീരിന്റെ പ്രവാചകനായ യിരെമ്യാവ്, ആമേൻ, ഹല്ലേലൂയ, താനായിരുന്ന കാലഘട്ടങ്ങളിൽ ജനത്തിന്റെ മധ്യേ ഇപ്രകാരം, ആമേൻ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് പറയുകയുണ്ടായി, ആമേൻ, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. പ്രൈസ് ഗോഡ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പലരും ഉത്തരം, ആമേൻ, ലഭിക്കാതെ, ഉത്തരം കാണുവാൻ കഴിയാതെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി വേദനിക്കുന്ന ചില ജീവിതങ്ങളോട്, ഭാരപ്പെടുന്ന ചില ജീവിതങ്ങളോട്, പ്രത്യാശ നഷ്ടപ്പെട്ട ചില ജീവിതങ്ങളോട് ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ഇടപെടുകയാ. ആമേൻ. നീ, ആമേൻ, ഹല്ലേലൂയ, നാട്ടുകാരെ അല്ല, വീട്ടുകാരെ അല്ല, കൂട്ടുകാരെ അല്ല, നേതാക്കന്മാരെ അല്ല, അണികളെ അല്ല, നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി വിളിക്കേണ്ടത്, അവൻ കണ്ണുനീരിന്റെ പ്രവാചകനായ യിരെമ്യാവിലൂടെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളൂ. ഇന്ന് രാത്രിയിൽ നിലവിളിക്കുന്ന, നിലവിളി കേൾക്കുന്ന ഒരപ്പനുണ്ട്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടത കണ്ടിട്ട് മാറിപ്പോയവനല്ല, അവന്റെ കണ്ണുനീര് കണ്ടിട്ട് മാറിപ്പോയവനല്ല, സങ്കടങ്ങളെ അറിഞ്ഞ് ഇറങ്ങി വന്നവനത്രേ. ഇന്ന് രാത്രി കരയുന്ന മാതാവേ, പിതാവേ, അഭിഷക്തനെ, കൂടപ്പറപ്പെ, പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന, കരയുന്ന, നിന്റെ കഷ്ടത കണ്ട് അവൻ മാറിപ്പോകാതെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി ഇറങ്ങി വരുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ആ സാന്നിധ്യം, ഹല്ലേലൂയ, ചില ജീവിതങ്ങളിൽ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. മതിലല്ല, പാലമാകുക. പ്രൈസ് ദി ലോർഡ്. എന്താ മതിലിന്റെ പ്രത്യേകത? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ആളുകൾക്ക് ഇഷ്ടം പാലമാണ് മതിലുകളെക്കാൾ. ഹല്ലേലൂയ. നമ്മുടെ വീടിനൊക്കെ മതിലുകളുണ്ട്, അല്ലേ? റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ റോഡിന്റെ ഇരു സൈഡുകളിലും നമുക്ക് മതിലുകൾ കാണാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. മതിലുകൾ, ആമേൻ, വേദപുസ്തകത്തിനകത്ത് എരിഹോ മതില് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ആളുകൾക്ക് ഇഷ്ടം മതിലുകളെക്കാൾ പാലമാണ്. കാരണം മതിൽ വേർതിരിക്കും. ആമേൻ. ഇത് എന്റേത്, അത് നിന്റേത്. ആമേൻ. ഹല്ലേലൂയ. ഇത്, ആമേൻ, നമ്മുടേവർ. ഹല്ലേലൂയ. അവർ അന്യർ. ഹല്ലേലൂയ. ആമേൻ. മതിൽ എപ്പോഴും, ആമേൻ, അകറ്റി നിർത്തും. ഹല്ലേലൂയ. അതിനും വരമ്പും വേർതിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. മതിൽ, ഹല്ലേലൂയ, ആമേൻ, വ്യക്തികളെ തമ്മിൽ, ആമേൻ, അകറ്റി നിർത്തും. പ്രൈസ് ദി ലോർഡ്. കുടുംബങ്ങളെ തമ്മിൽ അകറ്റി നിർത്തും. ഹല്ലേലൂയ. ഇന്ന് രാത്രി, ആമേൻ, മതിൽ, ഹല്ലേലൂയ, വേർതിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില കുടുംബത്തിനകത്ത്, ചില കുടുംബ ജീവിതത്തിനകത്ത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ എന്റേത് നിന്റേത്, അവരുടേത് ഇവരുടേത്, ഹല്ലേലൂയ, ചില വേർകൃത്യങ്ങൾ. ഹല്ലേലൂയ. എന്നാൽ ആമേൻ, പാലം, ആമേൻ, കൂട്ടിച്ചേർക്കും. അകന്നിരിക്കുന്ന രണ്ട് കരങ്ങളെ ബന്ധിപ്പിക്കും, രണ്ട് ദേശങ്ങളെ ഒന്നിപ്പിക്കും, രണ്ട് ഹൃദയങ്ങളെ ചേർക്കും. അപ്രിയരെ, പ്രാർത്ഥിക്കുന്നവർ മതിൽ പണിയുന്നവരല്ല, പാലം പണിയുന്നവരാണ്. ഹല്ലേലൂയ. ആമേൻ. ഒരു കുടുംബത്തിനും ദൈവത്തിനും ഇടയിൽ പാലമാകുന്നു. ഹല്ലേലൂയ. ഒരു രോഗിക്കും സൗഖ്യത്തിനും ഇടയിൽ പാലമാകുന്നു. ഒരു പാപിക്കും യേശുവിനും ഇടയിൽ പാലമാകുന്നു. ആമേൻ. ഒരു നിരാശപ്പെട്ടവന് പ്രത്യാശയ്ക്കും ഇടയിൽ പാലമാകുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം
അതിന്റെ 30-ാം വാക്യത്തിലൂടെ സ്വർഗത്തിലെ ദൈവം തന്റെ ജനത്തോട് ഇപ്രകാരം ഇടപെട്ടു. ഹല്ലേലൂയ. വായിച്ചാട്ട് എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22:30. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. പ്രൈസ് ഗോഡ്. ഒന്നുകൂടെ വായിക്കാം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. മതിൽ അല്ല, ആമേൻ, ഇടിവിൽ നിൽക്കുന്ന ഒരുവനെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പാലമായി, ഹല്ലേലൂയ, നിൽക്കുന്ന ഒരുവനെ ആമേൻ അന്വേഷിച്ചു. ഇന്ന് രാത്രി സ്വർഗം അന്വേഷിക്കുകയാ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരമാ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. വായിച്ചാട്ട് പുറപ്പാട് 16:15. എന്നാൽ നീ നിന്റെ സൗന്ദര്യത്തിൽ. പുറപ്പാട് 16:15. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 15-ാം വാക്യം. ഹല്ലേലൂയ. ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരമാകുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 16-ാം അധ്യായം ആമേൻ 13 മുതൽ ഉള്ള വേദഭാഗമാണ് ഇന്ന് രാത്രി ചിന്തയ്ക്ക് ആധാരമായി നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 16-ാം അധ്യായം പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം ആമേൻ അതിന്റെ 13, 14, 15. 15-ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കൾ അത് കണ്ടാറേ. എന്തെന്നറിയായികയാൽ ഇതെന്തെന്ന് തമ്മിൽ ചോദിച്ചു. ഹല്ലേലൂയ. അവൻ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി കരുതിയ ആ കരുതലിനെ തിരിച്ചറിയുവാൻ കഴിയില്ലാതെ, ഹല്ലേലൂയ, അതേ പ്രാപ്തിയില്ലാതെ തമ്മിൽ ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം ആമേൻ തന്റെ ജനത്തിന്റെ കഷ്ടത കണ്ട് അവരുടെ നിലവിളി കേട്ട് അവരുടെ സങ്കടങ്ങളെ അറിഞ്ഞ് ആമേൻ മണലാരണ്യത്തിലൂടെ നടത്തിക്കൊണ്ടു പോകുമ്പോൾ ആമേൻ പിറുപിറുത്ത ജനത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ ദൈവം കരുതിയ ആ കരുതല് കണ്ടിട്ട് അതെന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ കണ്ണ് മങ്ങിയിരിക്കുമ്പോ അവർ തമ്മിൽ ചോദിക്കുകയാ, ഇതെന്താ? ഇന്ന് രാത്രി ഇതുപോലെയാ ചില ജീവിതങ്ങൾ. ഹല്ലേലൂയ. കരയുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി ആമേൻ വെളിപ്പെടുന്നുണ്ട്. പക്ഷേ ആമേൻ തമ്മിൽ ആമേൻ അത് എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ കണ്ട് ആയിരിക്കുന്ന അവസ്ഥ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വായിച്ചാട്ട്. ഇത് എന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. മോശെ അവരോട് അവരുടെ സംസാരത്തിന്റെ ഇടയിൽ അഭിഷക്തനായ മോശ ആമേൻ അവരോട്, ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരം. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ കൊണ്ട് ഞങ്ങളെ കൊല്ലാനാണ് കൊണ്ടുവന്നത്. ഹല്ലേലൂയ. ആമേൻ. പിറുപിറുപ്പിന്റെ ആധിക്യത്തിൽ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയ നന്മ ആമേൻ തിരിച്ചറിയുവാൻ കഴിയാതെ, നന്മ മുമ്പിൽ ഇരിക്കുമ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കുമ്പോഴും അത് തിരിച്ചറിയുവാൻ കഴിയാതെ ആയിരിക്കുന്ന ജനതയുടെ മുമ്പിൽ അഭിഷക്തൻ അധരങ്ങളെ തുറന്നു പറയുക, ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരമാകുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ഇസ്രായേൽ ജനങ്ങൾ
മരുഭൂമിയിലായിരുന്നു. ഹല്ലേലൂയ. മരുഭൂമിയിൽ കൃഷിയില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ വയലുകളില്ല കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. അവിടെ പ്രതീക്ഷയ്ക്ക് വകയില്ല കേട്ടോ. ഹല്ലേലൂയ. അവിടെ കോഴി ഫാം ഇല്ല കേട്ടോ. ആമേൻ. അവിടെ മന്തി ഇല്ലെന്ന്, അവിടെ 65 ഇല്ലെന്ന്, അവിടെ ആമേൻ ചിക്കൻ ബിരിയാണി ഇല്ലെന്ന്, മട്ടൻ ബിരിയാണി ഇല്ലെന്ന്. ഹല്ലേലൂയ. ആമേൻ. അവിടെ കടകളില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാത്രമല്ല വരുമാനമില്ല, മുന്നോട്ടുള്ള വഴി അറിയില്ല. എന്നാൽ ദൈവം അവരെ മറന്നില്ല. ഓ ഹല്ലേലൂയ. രാവിലെ മന്ന അയച്ചു, വൈകുന്നേരം കാടകളെ അയച്ചു. അവരുടെ ആവശ്യം ദൈവം അറിഞ്ഞിരുന്നു. ഇന്ന് ഈ ലൈവിൽ കേൾക്കുന്ന ആരെങ്കിലും പറയുന്നുണ്ടാകാം, എൻ്റെ നാളെ എന്താകും, എൻ്റെ മക്കളുടെ ഭാവി എന്താകും, എൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താകും. ദൈവം പറയുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിക്കും മുമ്പേ നിങ്ങളുടെ പിതാവിനറിയാം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിലാ ആ ദൂത് കിടക്കുന്നത്. ഹല്ലേലൂയ. ദൈവം ഒരു കുറവും വരുത്തിയില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഒരു കുറവും വരുത്താത്തവൻ, ഹല്ലേലൂയ, കരുണാമയൻ, ഹല്ലേലൂയ. ആമേൻ. അതേ മരുഭൂമിയിൽ ആമേൻ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ഒരുക്കിയ നന്മ തിരിച്ചറിയുവാൻ കഴിയാതെ ആയിരിക്കുമ്പോഴും ആമേൻ അഭിഷക്തനിലൂടെ ദൈവം അവരോട് ഇടപെട്ടു. ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനം 23:1 യഹോവ എൻ്റെ ഇടയൻ ആകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ആമേൻ. അതേ മുട്ടില്ല എന്നതിൻ്റെ അർത്ഥം ആമേൻ കോടീശ്വരനാകുമെന്നല്ല, ആവശ്യമായത് ദൈവം നൽകുമെന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സമയത്ത് നൽകും. ആമേൻ. ശരിയായ രീതിയിൽ നൽകും. ആമേൻ. തക്ക അളവിൽ നൽകും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് അപ്രകാരമാ കാണുവാനായി കഴിയുന്നത്. ഹല്ലേലൂയ. പുറപ്പാട് 16-ാം അധ്യായം 17-18 വാക്യത്തില് ചിലർ ഏറെയും ചിലർ ആമേൻ കുറയും പെറുക്കിയെന്ന. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചിലര് സാമർഥ്യമുള്ളവരല്ലേ. ഹല്ലേലൂയ. നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടല്ലോ സാമർഥ്യമുള്ളവര്. ഹല്ലേലൂയ. ആമേൻ. എന്തിനും സാമർഥ്യമുള്ളവരുണ്ട്. ആമേൻ. ചില വീട്ടിലെ ചില പിള്ളേരങ്ങനല്ലേ. ഹല്ലേലൂയ. എന്തിനാ? ചില ഭാര്യമാരങ്ങനല്ലേ, ചില ഭർത്താക്കന്മാരങ്ങനല്ലേ, ചില ശുശ്രൂഷകന്മാരങ്ങനല്ലേ, ചില പ്രിയപ്പെട്ടവരങ്ങനല്ലേ. വായിച്ചേ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 17-18 വാക്യം. ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തു. ആ ഇസ്രായേൽ മക്കൾ ആമേൻ അവര് വേറൊരു ലെവലാകട്ടോ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ചെയ്തു. ചിലർ ഏറെയും ചിലർ കുറയും പെറുക്കി. ഇടങ്ങഴി കൊണ്ട് അളന്നപ്പോൾ ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല. ഓരോരുത്തരും താന്താന് ഭക്ഷിക്കാവുന്നത്രോളം പെറുക്കിയിരുന്നു. എന്താ സംഭവിച്ച പ്രിയമുള്ളവരെ? എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം. ആമേൻ. ചിലര് കുറെ പെറുക്കി, ചിലര് കുറച്ചു പെറുക്കി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അളന്ന് കഴിഞ്ഞപ്പോ ഈക്വലായി. പ്രൈസ് ദി ലോർഡ്. ചിലർ കൂടുതൽ പെറുക്കി, ചിലർ കുറച്ചു പെറുക്കി, പക്ഷെ അളന്നപ്പോൾ എല്ലാവർക്കും മതിയായിരുന്നു. ഇതാണ് ദൈവത്തിന്റെ പരിപാലനം. ഹല്ലേലൂയ. തമ്മിൽ താരതമ്യം ചെയ്യുന്നു. ആമേൻ. ദൈവം താരതമ്യം ചെയ്യുന്നില്ല. ഓരോരുത്തരുടെയും ആവശ്യം അവനറിയാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ ആമേൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ലേഖയിലൂടെ ആമേൻ ദൈവം തന്റെ ജനത്തോട് ഇടപെട്ടത് ഇങ്ങനെയാണ്: എൻ്റെ ദൈവം തൻ്റെ മഹാസമ്പത്തിനൊത്തവണ്ണം നിങ്ങളുടെ ആമേൻ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി തീർത്തു തരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വായിച്ചാട്ട് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. എൻ്റെ ദൈവം. ആമേൻ. ഹല്ലേലൂയ. മറ്റുള്ളവരെ ബലപ്പെടുത്തുന്ന
ആമേൻ ദൂത്. ഹല്ലേലൂയ. ചേർത്ത് പിടിക്കുന്ന ദൂത്. ഹല്ലേലൂയ. എൻ്റെ ദൈവം ആമേൻ തൻ്റെ മഹാസമ്പത്തിനൊത്തവണ്ണം നിങ്ങളുടെ ആവശ്യമൊക്കെയും നിറവേറ്റും. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടവർക്ക് ഒരു വചനം. ഹല്ലേലൂയ. ഇന്ന് ചിലർ നഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. സാമ്പത്തിക നഷ്ടം, ആമേൻ. ആരോഗ്യ നഷ്ടം, ആമേൻ. ബന്ധങ്ങളുടെ നഷ്ടം, സമാധാനത്തിന്റെ നഷ്ടം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, മരുഭൂമിയിലും മന്ന നൽകുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 25-ാം വാക്യത്തിലൂടെ ദൈവം തന്റെ ജനത്തോട് ഇടപെട്ടത് ഇപ്രകാരമാണ്. ഹല്ലേലൂയ. ആമേൻ. വെട്ടിക്കിളി തിന്നു കളഞ്ഞ വർഷങ്ങളെ ഞാൻ നിങ്ങൾക്ക് പകരം തരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വിട്ടിലും തുള്ളലും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ആമേൻ. ഹല്ലേലൂയ. വെട്ടിക്കിളി തിന്നുകളഞ്ഞ വർഷങ്ങളെ ഞാൻ നിങ്ങൾക്ക് പകരം തരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. സന്തോഷമുള്ളവർ ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. തൃപ്തിപ്പെടുത്തുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആരൊക്കെയോ തൃപ്തിയില്ലാതെ, കുടുംബജീവിതത്തിൽ തൃപ്തിയില്ല, ജോലിയിൽ തൃപ്തിയില്ല, വിദ്യാഭ്യാസത്തിൽ തൃപ്തിയില്ല, ആരോഗ്യത്തിൽ തൃപ്തിയില്ല, ഒന്നിലും തൃപ്തിയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി ആമേൻ തൃപ്തിപ്പെടുത്തുന്ന ദൈവം ഒരിക്കലും, ഹല്ലേലൂയ, ലോകം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, തൃപ്തിപ്പെടുത്തുകയില്ല. പ്രൈസ് ദി ലോർഡ്. പണം മതിയാകില്ല, പ്രശസ്തി മതിയാകില്ല, ആമേൻ, മനുഷ്യർ മതിയാകില്ല, പക്ഷേ ദൈവം ഹൃദയത്തെ തൃപ്തിപ്പെടുത്തും. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനം 107:9 ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. ആമേൻ. സങ്കീർത്തനം 107:9 വായിച്ചാട്ട്, വേഗത്തിൽ വായിച്ചാട്ട്. അവൻ ആർത്തിയുള്ളവനെ തൃപ്തി വരുത്തുകയും അവൻ ആർത്തി ഉള്ളവനെ തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ആരെയാണ് അവൻ തൃപ്തിപ്പെടുത്തുന്നത്? ആർത്തി ഉള്ളവനെ. ആമേൻ. വിശപ്പുള്ളവനെ, ദാഹിച്ചിരിക്കുന്നവനെ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ പ്രാർത്ഥന നമ്മെ മാറ്റുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന ദൈവത്തെ മാത്രം സമീപിക്കുന്നതല്ല, നമ്മെ മാറ്റുന്ന അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവൻ കൂടുതൽ സ്നേഹമുള്ളവനാകും. പ്രൈസ് ദി ലോർഡ്. കൂടുതൽ ക്ഷമയുള്ളവനാകും, കൂടുതൽ കരുണയുള്ളവനാകും, കൂടുതൽ യേശുവിനെ പോലെയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരേ, മന്നയേക്കാൾ വലിയ ആഹാരം. ആമേൻ. മരുഭൂമിയിലെ മന്ന ശരീരത്തെ ജീവിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ മണലാരണ്യത്തിൽ പട്ടുപോകാതെ, ആമേൻ, അവരുടെ ഭൗതികമായ ശരീരം ആമേൻ ബലപ്പെടേണ്ടതിന് മൃഷ്ടാന ഭോജനം ദൈവം അവർക്ക് വേണ്ടി കരുതി, ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി. മന്ന, ഹല്ലേലൂയ, കാടപ്പക്ഷി, ഹല്ലേലൂയ. എന്നാൽ മന്നയേക്കാൾ വലിയ ആഹാരം, ആമേൻ, ഹല്ലേലൂയ. മരുഭൂമിയിലെ മന്ന അവരുടെ ഭൗതികമായ ശരീരത്തെ ജീവിപ്പിച്ചു. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ യേശു ആമേൻ ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ ഭൗമികമായ ശരീരത്തെ പുഷ്ടിപ്പെടുത്തി ആമേൻ അധമ പാതാളത്തിലേക്ക് പറഞ്ഞയക്കാനല്ല. പ്രൈസ് ദി ലോർഡ്. നിത്യമായി നിലനിൽക്കുന്ന നിത്യജീവനിലേക്ക് എന്നെയും നിങ്ങളെയും ഹല്ലേലൂയ സമൃദ്ധിയായി ജീവൻ നൽകുവാൻ അത്രേ യേശു വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യത്തിൽ ആമേൻ, ഞാൻ ജീവന്റെ അപ്പം ആകുന്നു. ഹല്ലേലൂയ. വായിച്ചേ.
യോഹന്നാൻ 6:35. യേശു അവരോട് പറഞ്ഞത്, യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ അടുക്കൽ വരുന്നവന് എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. ഒരു നാളും ദാഹിക്കുകയുമില്ല. ഞാനാകുന്നു ജീവന്റെ അപ്പം. ഹല്ലേലൂയ. ഈ മന്ന കഴിച്ചവരൊക്കെ പിന്നീട് മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. കേവലം ഇവിടുത്തെ ഭൗമികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലവിളിക്കുന്നവരും കരയുന്നവരും ആരാധിക്കുന്നവരും ദൈവവചനം ധ്യാനിക്കുന്നവരും ഉപവസിക്കുന്നവരും ഒക്കെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിറുപിറുക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ചിലപ്പോ ആമേൻ മന്ന ലഭിച്ചെന്നിരിക്കും. ചിലപ്പോ ആമേൻ അതേ കാടപ്പക്ഷി ലഭിച്ചെന്നിരിക്കും. ആമേൻ. കാക്കയുടെ വരവ് ചിലപ്പോ ആമേൻ വന്നെന്നിരിക്കും. കലത്തിലെ മാവ് വർദ്ധിച്ചെന്നിരിക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രിയരെ, നിത്യത ലഭിക്കണമെങ്കിൽ, നിത്യജീവൻ അവകാശിയാകണമെങ്കിൽ, നിത്യമായി നിലനിൽക്കുന്ന ആ ജീവിതത്തിനുടമയാകണമെങ്കിൽ അവൻ നീ യേശുവിനെ അറിയണം, നീ യേശുവിനെ സ്വീകരിക്കണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവാണ് യഥാർത്ഥ പാലം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം പാലത്തെ കുറിച്ച് സംസാരിക്കുന്നു. ദൈവത്തിനും മനുഷ്യനുമിടയിൽ യഥാർത്ഥ പാലമാരാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ അവൻ ദൈവത്തോട് അടുപ്പിക്കുവാൻ രണ്ട് കരകളെ അല്ലെ, രണ്ട് ആമേൻ ദേശങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന പാലം. സുഖമായി സഞ്ചരിക്കുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിനും മനുഷ്യനിടയിൽ യഥാർത്ഥ പാലമാരാണ്. ആമേൻ. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം ആമേൻ 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. ദൈവം ഒരുവനല്ലോ. ദൈവം ഒരുവനല്ലോ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശു ക്രിസ്തു യേശു തന്നെ. മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ഹല്ലേലൂയ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. ആമേൻ. അതെ, മധ്യസ്ഥൻ. ഹല്ലേലൂയ. മനുഷ്യനായ ക്രിസ്തു യേശു. ഹല്ലേലൂയ. ക്രൂശിലൂടെ അവൻ നമ്മെ ദൈവവുമായി വീണ്ടും ചേർത്തു. ഹല്ലേലൂയ. അതാണ് നിത്യജീവന്റെ പ്രത്യാശ. പ്രൈസ് ഗോഡ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ആമേൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ആഹാരം ശരീരത്തെ നിലനിർത്തും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ യേശു നൽകുന്ന ജീവൻ നിത്യമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥിക്കണം, ദൈവവചനം ധ്യാനിക്കണം, ആരാധിക്കണം. ഹല്ലേലൂയ. വിശുദ്ധ ജീവിതം നയിക്കണം. ഈ രാത്രിയിൽ ഞാൻ വിശ്വാസത്തോടെ ആമേൻ ചിലരോട് പ്രഖ്യാപിക്കുന്നു, നിന്റെ വീട്ടിൽ കുറവിന് പകരം പരിപൂർണത വരും. ഭയത്തിന് പകരം സമാധാനം വരും. ആമേൻ. നിരാശയ്ക്ക് പകരം പ്രത്യാശ വരും. ആമേൻ. അടഞ്ഞ വാതിലുകൾ തുറക്കും. രോഗത്തിന്മേൽ സൗഖ്യത്തിന്റെ കരം വരും. നിന്റെ കുടുംബത്തെ ദൈവം പരിപാലിക്കും. നിന്റെ മക്കളെ ദൈവം കാത്തു സൂക്ഷിക്കും. നിന്റെ കണ്ണുനീർ സന്തോഷമാകും. ആമേൻ. യേശുവിൽ വിശ്വസിക്കുന്നവർ നിത്യജീവന്റെ ഉറപ്പിൽ നടക്കുവാനിടയാകും. ഹല്ലേലൂയ. നാളിതുവരെ ആ ഉറപ്പ് പ്രാപിച്ചിട്ടില്ലെങ്കിൽ പ്രിയരെ, ആ ഉറപ്പ് പ്രാപിക്കണം. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിപാലനം, ദൈവത്തിൻ്റെ കരുതൽ, ഹല്ലേലൂയ, എത്രയോ വലിയതാണ്. മരുഭൂമിയിൽ മന്ന നൽകിയ ദൈവം ഇന്നും ജീവിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആ പട്ടുപോകാതിരിപ്പാൻ ആമേൻ അതേ മരുഭൂമിയിൽ കിഴക്കൻ കാറ്റടിപ്പിച്ച് ഹല്ലേലൂയ മന്ന ഇറക്കി കൊണ്ടുവന്നവൻ. ഹല്ലേലൂയ.
കാടപ്പക്ഷിയെ പറത്തിക്കൊണ്ടുവന്നവൻ. ജനത്തിന്റെ മുമ്പില് മോശ നിൽക്കുകയാണ്. പ്രിയരെ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഹല്ലേലൂയ ചിലപ്പോ ആരും കൊണ്ടാകത്തില്ല. നിൽക്കേണ്ടവരൊക്കെ അന്ന ദൈവസന്നിധിയിൽ നിലമ്പാട് വീണ് കരയുമ്പോ ഹല്ലേലൂയ അന്നയെ കുറ്റപ്പെടുത്തിയ നേതാവ്. ഹല്ലേലൂയ. പ്രിയരെ, ചേർത്ത് നിർത്തേണ്ടവർ അകറ്റി നിർത്താം, കുറ്റം പറഞ്ഞൊതുക്കാം. എന്നാൽ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി വെളിപ്പെടുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. മരുഭൂമിയിൽ മന്ന നൽകിയ ദൈവം ഇന്നും ജീവിക്കുന്നു. മോശ ഒരു നിമിത്തമായതേ ഉള്ളൂ. കിഴക്കൻ കാറ്റടിപ്പിച്ചതും മന്ന ഇറക്കിക്കൊണ്ട് വന്നതും കാടപ്പക്ഷിയെ പറത്തിക്കൊണ്ടുവന്നതും ദൈവമാണ്. ഹല്ലേലൂയ. നിന്റെ ആവശ്യം അവൻ അറിയാം, നിന്റെ കണ്ണുനീർ അവൻ അറിയാം, നിന്റെ നാളെ അവനെ അറിയാം. അതുകൊണ്ട് ഭയപ്പെടരുത്. പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുക, വചനത്തിൽ വളരുക, പാലങ്ങൾ പണിയുന്നവരാകുക, സ്നേഹിക്കുന്നവരാകുക, യേശുവിൽ ആശ്രയിക്കുക. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എത്ര പേർ ആമേൻ പറയും? അക്കരമുയർത്തി എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ലൈവിൽ പങ്കെടുത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചാണ്. ഹല്ലേലൂയ. നമ്മുടെ ഭൗതികമായ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്ന ആഹാരത്തിനു വേണ്ടി മാത്രമല്ല നാം ഹല്ലേലൂയ കർത്താവിനെ പിൻപറ്റേണ്ടത്. നാം പിറുപിറുക്കേണ്ടത്. ഹല്ലേലൂയ. നോക്കണേ, അവർക്ക് അവരുടെ പിറുപിറുപ്പിന്റെ മുമ്പിലും മൃഷ്ടാന ഭോജനം കൊടുത്തിട്ടും അതെന്തെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും മോശയിലൂടെ ദൈവം അവരോട് പറഞ്ഞു, പിറുപിറുപ്പിന്റെ ഇടയിലും നിങ്ങൾക്ക് വേണ്ടി കരുതിയ ദൈവത്തിന്റെ കരുതല, നിങ്ങൾക്ക് വേണ്ടുന്ന ആഹാരമാ. നിങ്ങൾ ചോദിച്ചില്ലേ, ആ ചോദ്യത്തിന് മറുപടിയാ ഈ കിടക്കുന്നത്, ഈ കാണുന്നത്. ഹല്ലേലൂയ. കണ്ണൊന്ന് തെളിയട്ടെ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ഗ്ലോറി ഒന്ന് കാണുവാൻ, ദൈവത്തിന്റെ മഹത്വം ഒന്ന് കാണുവാൻ അകത്തണ്ണൊന്ന് തുറക്കട്ടെ. ഹല്ലേലൂയ. ജീസസ്. ഒരു പ്രതീക്ഷയുമില്ലാത്തടത്ത് ചിന്തിച്ചാൽ ഒന്നും പിടികിട്ടത്തില്ല. ഒരു സാധ്യതയില്ലെന്നേ. കാരണം ഉപവസിച്ചില്ല, പ്രാർത്ഥിച്ചില്ല, ആരാധിച്ചില്ല. ഇറങ്ങിയെന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇറക്കുന്നതിന് മുമ്പ് നിലവിളിച്ചതാ. ഇപ്പൊ നിലവിളിയൊക്കെ പിറുപിറുപ്പായി. പണ്ട് നിലവിളി ഉണ്ടായിരുന്നു, ആരാധനയുണ്ടായിരുന്നു, ഉപവാസമുണ്ടായിരുന്നു, കൂട്ടായ്മയുണ്ടായിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഹല്ലേലൂയ നിന്നു. ഇന്ന് പിറുപിറുപ്പാ. ഈ പിറുപിറുപ്പിന്റെ ഇടയിലും വിളിച്ചവൻ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകയാൽ അവൻ ഒന്നിനും ഒരു കുറവും വരുത്തിയില്ലെന്ന്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഈ രാത്രിയിൽ ഈ ലൈവിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ആരോടും പറയാൻ കഴിയാത്ത ഭാരങ്ങളുമായി ചിലർ ഈ രാത്രി ഇരിക്കുന്നുണ്ട്. മക്കളെ ഓർത്ത് കരയുന്ന മാതാക്കളുണ്ട്, രോഗശയ്യയിൽ കിടക്കുന്നവരുണ്ട്, കടഭാരത്താൽ ഉറങ്ങാൻ കഴിയാത്തവരുണ്ട്, കുടുംബ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്. കർത്താവേ, മരുഭൂമിയിൽ മന്ന നൽകിയതുപോലെ ഈ കുടുംബങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റണമേ. ഇപ്പോൾ അവിടുത്തെ ദാസൻ എന്ന നിലയിൽ അവിടുന്ന് നൽകിയിരിക്കുന്ന ആത്മീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട്
ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടട്ടെ. നീണ്ട നാളുകളായി കാത്തിരിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി കാണട്ടെ, ഉത്തരങ്ങൾ ലഭിക്കട്ടെ. രോഗികളുടെ മേൽ സൗഖ്യത്തിന്റെ അഭിഷേകം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. നിരാശയുടെ ആത്മാവ് വിട്ടുമാറട്ടെ. ഭയങ്ങൾ ഒടിഞ്ഞു വീഴട്ടെ. കർത്താവേ, കണ്ണുനീരോടെ വിതച്ചവർ സന്തോഷത്തോടെ കൊയ്യുന്ന ദിവസങ്ങൾ വരട്ടെ. തകർന്ന ബന്ധങ്ങൾ വീണ്ടും യോജിക്കപ്പെടട്ടെ. വീടുകളിൽ സമാധാനം നിറയട്ടെ. മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ മാറട്ടെ. ഈ രാത്രി വചനം കേട്ട ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പുതിയ പ്രത്യാശ ജനിക്കട്ടെ. ഹല്ലേലൂയ. അവർ മതിലുകൾ പണിയുന്നവരല്ല, അനുഗ്രഹത്തിന്റെ പാലങ്ങൾ പണിയുന്നവരാകട്ടെ. യേശു കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുവാനും പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുവാനും നിത്യജീവന്റെ വഴിയിൽ നടക്കുവാനും ഇന്ന് രാത്രി എല്ലാവർക്കും അവിടുത്തെ കൃപ പകരണമേ, കൃപ നൽകണമേ. ആവശ്യഭാരത്തോടെ ഇന്ന് രാത്രി നെടുവീർപ്പോടെ ആയിരിക്കുന്ന ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് കാണുന്നു. 6 മാസമായി പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി കാണുവാൻ കഴിയാതെ പ്രതീക്ഷകളെല്ലാം കൈവിട്ടു പോയി എന്ന് ചിന്തിക്കത്തക്ക വിധത്തിൽ ചില വിഷയങ്ങളുടെ മുമ്പിൽ ഇന്ന് രാത്രിയിലുമായിരിക്കുന്ന ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട പൗലോസ് ആമേൻ തീർന്നു കാണുവാൻ ആമേൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശാന മൂലമാകുന്ന കാറ്റുകൾ ആമേൻ പടകിനെ ആമേൻ തകർക്കുവാൻ ആഞ്ഞടിച്ചതുപോലെ ദർശനമുള്ള, കാഴ്ചപ്പാടുള്ള, അഭിഷേകമുള്ള ആമേൻ നിന്നെ തകർക്കുവാൻ ആ ദമസ്കോസിന്റെ പടിവാതിക്കൽ ആമേൻ വീണ് കിടന്ന് ആമേൻ ദൈവശബ്ദത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ശൗലിനെ പോലെ ഒരു കാലത്ത് ദൈവവിരോധിയായി ദൈവസഭയ്ക്ക് കൊള്ളാത്തവനായി ഓടിയ കാലത്തിൽ നിന്ന് ദൈവസഭയ്ക്ക് പ്രയോജനപ്പെടുന്ന നിലവാരത്തിലേക്ക് ദർശനം നൽകി ആമേൻ അയക്കുന്ന ആമേൻ ദൈവത്തിന്റെ ആമേൻ ഹല്ലേലൂയ. ഓ ശരദബ ശബ്ദരാധന ദിഗൽ കമനഗദരഗസി ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രി എരിവോടായിരിക്കുന്ന ആമേൻ അനുസരണക്കേട് കാണിക്കാതെ, സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ പിടിക്കാമോ എന്ന് വെച്ച് ഹല്ലേലൂയ മണ്ണിലുള്ളതിനെ മറന്ന് വിണ്ണിലുള്ളതിനെ ആഞ്ഞു പിടിക്കുവാൻ ഓടുന്ന ചില ജീവിതങ്ങളുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആമേൻ ഹല്ലേലൂയ. ജീസസ്. ഒരു കൂട്ടത്തെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ ദൈവം നിന്നെ മുൻകണ്ടിരിക്കുന്നത് കൊണ്ട് ആമേൻ ചില കഷ്ടതയിലൂടെ, ചില വേദനയിലൂടെ, ചില പ്രതികൂലത്തിലൂടെ, ചില പ്രതിസന്ധിയിലൂടെ ആമേൻ നീ കടന്നു പോകേണ്ടി വരുന്നു. ഹല്ലേലൂയ. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കത്രേ. ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട ആമേൻ ഹല്ലേലൂയ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ലേഖനം എഴുതിയത്. ഹല്ലേലൂയ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പി, എപ്പോഴും സന്തോഷിപ്പി എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയും. ഹല്ലേലൂയ. പ്രിയ
ദൈവപ്രവർത്തിക്ക് മുഖാന്തരമായി ആമേൻ നിൽക്കുവാൻ ദൈവം നിന്നെ മുൻകണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. എന്തിനായി വേദന? എന്തിനായി വെല്ലുവിളി? എന്തിനായി ഏകാന്തത? ഇവിടെ കയറി വരിക എന്ന ശബ്ദം കാതോർക്കുവാൻ പത്മോസിന്റെ ഏകാന്തതയിൽ ആമേൻ യോഹന്നാൻ ആയിരുന്നപ്പോഴാണ് സാധിച്ചത്. ഹല്ലേലൂയ. ഒറ്റയ്ക്കാണല്ലോ എന്നോടൊപ്പം ഒന്ന് പാടുവാൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ, ഒന്ന് ആരാധിക്കാൻ, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ എന്ന് ചിന്തിച്ച് ആമേൻ ഉറക്കം നഷ്ടപ്പെടുത്തി ആമേൻ രാത്രിയെ പകലാക്കി മാറ്റി കരയുന്ന ചില ജീവിതങ്ങളെ ഇന്ന് രാത്രി സ്വർഗം കാണുകയാണ്. ഹല്ലേലൂയ. ആമേൻ. കൂട്ടം വിട്ടു പോ ആടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഗനിക്കുണ്ട് കാലിടറാതെ കല്ലിൽ തട്ടാതെ. നിന്റെ കാല് കല്ലിൽ തട്ടാതെ, കാലിനെ വീഴ്ചയിൽ നിന്ന്, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നീ ഒറ്റയ്ക്കല്ല കേട്ടോ. ആമേൻ. ആരും കാണാത്ത ആമേൻ ചില ദർശനങ്ങൾ, ആരും കേൾക്കാത്ത ഒരു ദൈവ ശബ്ദം, ആമേൻ ആരിലൂടെയും വെളിപ്പെടാത്ത ഒരു ദൈവ പ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം കണ്ടിരിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. ആമേൻ. ലത്താദിലി. ആമേൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഹല്ലേലൂയ, ഡൊണീഷ്യൻ ചക്രവർത്തിയാൽ നാട് കടത്തപ്പെട്ട യോഹന്നാൻ, ഹല്ലേലൂയ, തനിക്ക് മുന്നമേ നാട് കടത്തപ്പെട്ടവരുടെ ആമേൻ തലയോട്ടികളും ആമേൻ അസ്ഥികളും ആമേൻ പച്ചമാംസത്തെ കൊത്തി പറക്കുന്ന റാഞ്ചൻ കഴുകന്മാരും തികച്ചും ഭയാജനകമായ ഒരു അന്തരീക്ഷം. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാ. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്നെ നീതിയുള്ള വലങ്കരത്തിൽ ഞാൻ നിന്നെ താങ്ങും. ആ പത്മോസിന്റെ ഏകാന്തതയിൽ ആമേൻ ഭയം കൂടാതെ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനാകുവാൻ ആമേൻ യോഹന്നാനെ ബലപ്പെടുത്തിയ ദൈവം. ഹല്ലേലൂയ. ആത്മാവിന്റെ നിറവിൽ അവന്റെ കാതിൽ ഒരു ശബ്ദം കേൾക്കുക, ഇവിടെ കയറി വരിക. ഹല്ലേലൂയ. അവനായിരിക്കുന്ന സിറ്റുവേഷൻ, അവൻ ഒറ്റയ്ക്ക, അവന്റെ കൂടെ ആരുമില്ല കേട്ടോ. ഭീതിയ, ഭയമാ. പക്ഷേ അതിന്റെ നടുവില് ഹല്ലേലൂയ ഭയം കൂടാതെ ആമേൻ. ഓ, പുതിയ ആകാശവും പുതിയ ഭൂമിയും ഹല്ലേലൂയ വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി അറിയിക്കുക മാത്രമല്ല, ആമേൻ വിശുദ്ധന്മാരെ ചേർപ്പാൻ മധ്യാകാശത്തിൽ ആമേൻ വരുന്ന ആമേൻ ദൈവപുത്രന്റെ കാഹളം മുഴങ്ങുമ്പോൾ ആമേൻ 7 സഭകളും ആമേൻ ഇവിടുന്ന് എടുക്കപ്പെടേണ്ടതിന് അവരുടെ കുറവുകളെ ആമേൻ തീർക്കുവാൻ, അവരെ വിശുദ്ധരും നിർമ്മലരുമാക്കുവാൻ. ഹല്ലേലൂയ.
ഒരു അന്ത്യകാല ശുശ്രൂഷ ആമേൻ ചെയ്യുവാൻ യോഹന്നാനെ ആ ഏകാന്തതയിൽ നിന്ന് ആത്മാവ് എഴുന്നേൽപ്പിച്ചതുപോലെ ഇന്ന് രാത്രി ആമേൻ ഈ തലമുറയിൽ അനേകരെ ആമേൻ വിശുദ്ധിക്ക് വേണ്ടി കുറവില്ലാത്തവരായി കാഹളം മുഴങ്ങുമ്പോൾ എടുക്കപ്പെടേണ്ടതിന് ഒരുക്കാനായി ചില ശുശ്രൂഷകൾ ആമേൻ കൈമാറുന്നു. ഇന്ന് രാത്രി ഏകാന്തതയിൽ ആയിരിക്കുന്ന വേദനയുടെ കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ കടന്നു പോകുന്ന ചില ജീവിതങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ വേദന ആമേൻ അവസാനമല്ല. ആമേൻ ഈ പ്രതികൂലം അവസാനമല്ല. ആമേൻ പുതിയ ഒരധ്യായം നിന്നിലൂടെ എഴുതുവാൻ പോകുകയാണ്. ഒരു പുതിയ ആമേൻ ചരിത്രം നിന്നിലൂടെ ദൈവം ചെയ്തെടുക്കാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ഗോഡ് ബ്ലസ് യു. സീ യു അഗൈൻ. ദൈവം അനുവദിച്ചാൽ നാളെ രാവിലെ ആമേൻ 6:30 മണിക്ക് സ്നേഹതീരം പ്രയർ ഫാമിലി ബ്ലെസ്സിംഗ് ടുഡേ ആമേൻ കൂട്ടായ്മയുമായി നമുക്ക് ഒരുമിച്ച് കൂടി വരാം. ദൈവമായ കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും. നിങ്ങളുടെ കൂടപ്പുറപ്പിന് ഇത് ഷെയർ ചെയ്യുക. ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ളതൊരു ദൈവമാണ്. പ്രാർത്ഥനയിൽ ശക്തിയുണ്ടേശുനാമത്തിൽ ജയമുണ്ട്. കണ്ണീരിനെ തുടച്ചിടുന്ന സ്നേഹമുള്ള കർത്താവുണ്ട്. മരുഭൂമിയിൽ മന്ന തന്ന വിശ്വസ്തനായ ദൈവമുണ്ട്. കുറവുകളെ മാക്കിടുന്ന കരുണ നിറഞ്ഞ പിതാവുണ്ട്. ഭയപ്പെടാതെ മുന്നേറാം, വിശ്വാസത്തോടെ നടന്നിടാം. വഴിയില്ലാത്ത സ്ഥലങ്ങളിൽ വഴിയൊരുക്കും യേശുവേ. ഹല്ലേലൂയ പാടിടാം, സ്തുതിയോടെ ആരാധിക്കാം. ജീവനുള്ള രാജാധിരാജൻ മഹത്വങ്ങൾ അർപ്പിച്ചിടാം. മരുഭൂമിയിൽ മന്ന തന്ന വിശ്വസ്തനായ ദൈവമുണ്ട്. കുറവുകളെ മാർക്കിടുന്ന കരുണ നിറഞ്ഞ പിതാവുണ്ട്. ഭയപ്പെടാതെ മുന്നേറാം, വിശ്വാസത്തോടെ നടന്നിടാം. വഴിയില്ലാത്ത സ്ഥലങ്ങളിൽ വഴിയൊരുക്കും യേശുവേ. ഹല്ലേലൂയ പാടിടാം,
സ്തുതിച്ചിടാം.